കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ഹൈ പവർ കമ്മിറ്റി ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നതിനിടെയാണ് ഉന്നതാധികാര സമിതി ചേരുന്നത്. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് പങ്കെടുക്കുന്ന യോഗത്തിൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്താനാണ് സാധ്യതയെന്ന് അറിയുന്നു. ഒരു കടുംപിടുത്തത്തിലേക്ക് പി ജെ ജോസഫിന്റെ ഗ്രൂപ്പ് പോകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, 10 സീറ്റ് വേണമെന്ന് തന്നെയാണോ പി ജെ ജോസഫും സംഘവും പറയുന്നത്? ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായിട്ടും 10 സീറ്റ് വേണം. കഴിഞ്ഞ തവണ 10 സീറ്റ് മത്സരിച്ചതാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള വിജയം കേരള കോൺഗ്രസിന് ഉണ്ടായി എന്നുള്ള ഒരു അവകാശവാദം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് തങ്ങൾക്ക് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. 10 സീറ്റിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നുള്ള നിലപാട് അവർക്കുണ്ടെങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. ചില സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വെച്ചുമാറി പകരം സാധ്യതയുള്ള സീറ്റുകൾ വാങ്ങാനുള്ള നീക്കം ചർച്ചകൾ നടക്കുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചില സീറ്റുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റടക്കം ചോദിച്ച് വാങ്ങാനുള്ള ചില നീക്കങ്ങൾ കൂടി, ചില ചർച്ചകൾ കൂടി ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെ മാത്രമേ കേരള കോൺഗ്രസിനെ സെറ്റിൽ ചെയ്യാൻ കോൺഗ്രസിനും സാധിക്കുകയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഹൈപ്പവർ കമ്മിറ്റി ചേരുമ്പോൾ പി ജെ ജോസഫ് അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുന്നുമുണ്ട്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് മധ്യ കേരളത്തിൽ കരുത്ത് തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ്. UDF-ന് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണമെങ്കിൽ മധ്യ കേരളത്തിലും ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കണം. മാണി വിഭാഗം പോയതോടുകൂടി കരുത്ത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കൂടുതൽ കോൺഫിഡൻസ് ആയി കോൺഗ്രസിന് കൂടുതൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധ്യ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സീറ്റുകൾ, ഇടുക്കി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട് പോലെയുള്ള സീറ്റുകളിൽ അവർ കണ്ണുവെക്കുന്നത്. അത് വിട്ടു നൽകിയാൽ അവിടെ കാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന മികച്ച സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിന് ഇല്ല എന്നുള്ളൊരു വാദമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട സീറ്റുകൾ വിട്ടു നൽകുമ്പോൾ അതിന് പകരമായി എന്ത് നൽകുമെന്നുള്ള ചോദ്യം കേരള കോൺഗ്രസ് ചോദിച്ചേക്കാം. അല്ലാത്ത പക്ഷം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ ശക്തി ഉയർത്തിക്കാട്ടി കോൺഗ്രസിൽ നിന്നും ഈ 10 സീറ്റുകളിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള നീക്കമായിരിക്കും കേരള കോൺഗ്രസ് നടത്തുക. എന്തായാലും ഇന്ന് 10 മണിക്കാണ് യോഗം ചേരുന്നത്. എന്തായിരിക്കും അവരുടെ തീരുമാനമെന്ന് നമുക്ക് അതിനുശേഷം അറിയാനും സാധിക്കും. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.